ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജംജനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ലാലേട്ടന്റെ സിനിമകൾ എടുത്താൽ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇറങ്ങിയ സമയത്ത് വൻ ഫ്ലോപ്പായി മാറിയിട്ടുള്ള പല കാരണങ്ങളുണ്ടാവാം, ഒരു സിനിമയാണ് നമ്മുടെ ദേവദൂതൻ എന്ന് പറഞ്ഞുള്ള സിനിമ. അതിന്റെ തോട്ടും അത് ചെയ്തിരിക്കുന്ന രീതിയും ഒക്കെ ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒരു പക്ഷെ അന്ന് തന്നെ അത് പിന്നീട് പിൽക്കാലത്ത് ഇറങ്ങിയ സമയം കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള സിനിമയാണ്. എടുത്തു പറയേണ്ട ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ട്. അതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിലെ മ്യൂസിക് എന്ന് പറയുന്നത്. അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് ലാലേട്ടൻ പറയുന്ന ആ ഒരു ഡയലോഗും ആ സമയത്തുള്ള ബിജിഎമ്മും തുടങ്ങി ഇതിൽ പല ബിജിഎം ഒക്കെ വേറെ ഒരു രക്ഷയില്ല അല്ലേ? എന്തൊരു മഹേശ്വറാണ്. അയ്യോ എന്തായാലും എനിവേ അതും എന്താ പറയാ, ആ കുതിരവണ്ടിയുടെ ഒരു സംഭവം എല്ലാം കൊണ്ടും അടിപൊളിയാണ്. രണ്ട് പ്രാവുകൾ പറന്ന് പറന്ന് എപ്പോഴും വരുന്നതും അതുപോലും ഇതിൽ ഭയങ്കര ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും പേടിപ്പിക്കുന്ന ചില സീൻസും ഇതിൽ വന്നിട്ടുണ്ട്. സോ ആ സിനിമ രണ്ടാമത് റിലീസ് ചെയ്യാൻ പോവുകയാണെന്നുള്ളത് നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കേട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പൊ ആ സിനിമയ്ക്ക് രണ്ടാമത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെയെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന്റെ റിലീസ് ട്രെയിലർ പുറത്ത് വിട്ടിട്ടുണ്ട്, കണ്ടുനോക്കാം. പിന്നെ ഈ സംഗീതത്തിന്റെ രാജാവ് എന്ന് പറയുമ്പോൾ വിദ്യാസാഗർ, ആ പേര് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളിക്കാരാണ് ഇതിന്റെ മ്യൂസിക്. ലെറ്റ്സ് വാച്ച്. ഇതെന്റെ കോളേജാണ്. എന്നെ അറിയാത്ത ഒന്നും ഇവിടെ എങ്ങുമില്ല. വിശാൽ കൃഷ്ണമൂർത്തിയുടെ വരവോടുകൂടി ഇവിടെ പല അതിശയങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇവനേക്കാൾ വലിയൊരാൾ തൽക്കാലം എന്റെ കയ്യിലില്ല. ഞാൻ കാണുന്നതിനുമപ്പുറം നിങ്ങളിൽ എന്തോ ഒരു ശക്തിയുണ്ട്. നമ്മൾ ആഗ്രഹിച്ചു, ഇദ്ദേഹം നമുക്ക് വേണ്ടി വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയാം. ശവന്തർശനാണ് അതിനെ ഞങ്ങൾ വിളിച്ചത്. അത് വായിക്കാൻ വടക്കുന്ന ഒരാൾ വന്നു. മഹേശ്വർ. അവർ പരസ്പരം സ്നേഹിച്ചു. ഒരുതരം ഡീപ് പാഷൻ. ഇന്നും ആ സപ്തസ്വരമണികളും തുടച്ചു വെച്ച് മാഡം അയാളെ കാത്തിരിക്കുന്നുവെന്ന് സ്തേവാച്ചന് നന്നായിട്ടറിയാം. അദ്ദേഹം കാണാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. അവന്റെ സ്നേഹത്തിനും അവൻ നൽകിയ സംഗീതത്തിനും എന്തോ ഒരു വശ്യശക്തിയുണ്ട്. എന്തു നേടുമ്പോഴും അതിന് വഴി കാണിച്ചു തരുന്ന ആരോ ഒരാൾ എൻ്റെ മുന്നിലുണ്ട് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. അതൊരു ദൈവ സാന്നിധ്യമാണ്. ഈ അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ആരോടോ എന്തോ പറയാനുണ്ട്. Somebody wants to say something to someone. സിബി മലയിൽ മലയാളി. അന്ന് കിട്ടേണ്ട അംഗീകാരം കിട്ടാതെ പോയി രഘുനാഥ് പാലേരിക്കും സിബി മലയിലിനും എല്ലാവർക്കും, ഒരുപക്ഷെ മ്യൂസിക്കിന് പോലും ഒരുപക്ഷെ അന്ന് കിട്ടേണ്ട അംഗീകാരം കിട്ടാതെ പോയത് ഇപ്പോൾ റിലീസ് ആണ്. അതിനുശേഷം കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇപ്പോൾ വീണ്ടും തിയേറ്ററിൽ വരുമ്പോൾ അത് അങ്ങനെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എത്ര പേര് തിയേറ്ററിൽ പോയി കാണും എന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഞാൻ ഇത് തിയേറ്ററിൽ രണ്ടാമത് കാണും എന്ന് പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഇത് ആർക്കെങ്കിലും, കാണുന്ന ആർക്കെങ്കിലും അന്ന് തിയേറ്ററിലാണോ, എനിക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് അറിഞ്ഞുകൂടാ, ആണെങ്കിൽ അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. എത്ര 24 വർഷമോ എന്തോ ആണ് സിനിമ ഇറങ്ങിയിട്ട്. ഇതിലെ പാട്ടുകളാണ് ഇതിന്റെ ഏറ്റവും വലിയ ആത്മാവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് മറ്റ് വിഷ്വൽസിനും കഥയ്ക്കും ഒക്കെ അപ്പുറത്തേക്ക് ഇതിലെ പാട്ടുകളാണ് എന്നെ പിടിച്ചിരുത്തിയിട്ടുള്ളത്. ഒന്ന് മഹേശ്വർ, ആ ഒരു പേരും അവരുടെ ഒരു കണക്ഷനും അവരുടെ പ്രണയവും. അലീന എന്ന് പറഞ്ഞ സാധനം, ജസ്റ്റ് ആ സാധനം ഇങ്ങനെ അലീന, ആ സാധനം ഇങ്ങനെ ആവണ്ടല്ലോ, ആ ഒരു എന്തായാലും പറയാ, ഹാർമോണിയോ അല്ലല്ലോ, പിയാനോ ആ ഒരു പിയാനോ അല്ല, അതിന് വേറെന്തൊരു പേര് പറയുന്നുണ്ട് ആക്ച്വലി. കാരണം വേറെന്തൊരു പേരും കൂടെ അതിൽ പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എനിവേ ആ സംഭവം അത് തന്നെ എന്ത് ഫീലാണ്. അതല്ലാണ്ട് ഇതിൽ എത്രയോ പാട്ടുകളുണ്ട്. നമ്മളിന്ന് വലിയ രീതിയിൽ സ്റ്റാറ്റസ് ഇടുകയും ഒക്കെ ചെയ്ത ആളുകൾ കൊണ്ടുനടക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. സോ വിദ്യാജി പുള്ളിക്കാരൻ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ആൻഡ് സിബി മലയിലാണെങ്കിലും ലാലേട്ടനാണെങ്കിലും മറ്റ് അഭിനയിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ
വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അത് തോട്ട് ഭയങ്കര സംഭവമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ എഴുത്തുകാരനെ ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു തോട്ട് ഭയങ്കര സംഭവമായിരുന്നു. എന്തായാലും സിനിമ റിലീസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എത്ര ആളുകൾ കാണും, രണ്ടാമതും ഇതൊരു വലിയ വിജയം തിയേറ്ററിലാകുമോ, റിലീസ് വന്നിട്ട് സ്ഫടികം പോലെയൊന്നും എന്തായാലും വർക്കൗട്ട് ആവില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഞാൻ എന്തായാലും തിയേറ്ററിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ഒരുപാട് തവണ മൊബൈലിൽ കണ്ടിട്ടുള്ള ഒരു സിനിമയാണല്ലോ ഇതും. അതുപോലെ ഇനിയിപ്പോൾ മണിച്ചിത്രതായി വരുന്നതാണ്, അതൊക്കെ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും കാണും. അത് ശോഭനയുടെ അഭിനയം ഒന്ന് വലിയ സ്ക്രീനിൽ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ എത്ര ആളുകൾ ഉണ്ടാകുന്ന അറിയില്ല. പറഞ്ഞ പോലെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരെ